ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് ഫോളോയിങ്. ഇവിടെ ഒരു 2/2 മെട്രിക്സ് തന്നേക്കണം, അതുപോലെ ഒരു 3/3 മെട്രിക്സും തന്നേക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻവേഴ്സ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട, സാധാരണ പോലെ ഇൻവേഴ്സ് കണ്ടാൽ മതി. അപ്പോൾ അതിനായിട്ട് ശരിക്കും നമ്മൾ ഇൻവേഴ്സ് കാണുമ്പോൾ മൈനർ എടുക്കുക, കോഫാക്ടർ എടുക്കുക, അത് കഴിഞ്ഞ് അഡ്ജോയിൻ്റ് എഴുതുക, പിന്നെ എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. അതാണ് ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ. ഞാൻ ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അത് എഴുതിയിട്ട് തുടങ്ങാം. നമ്മൾ ഏതൊരു മെട്രിക്സിൻ്റെയും ഇൻവേഴ്സ് കാണാനായിട്ട് പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. ഇതാണ് നമ്മൾ ഏതൊരു മെട്രിക്സിൻ്റെയും ഇൻവേഴ്സ് കാണാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. 1/ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മെട്രിക്സിൻ്റെ ഗിവൺ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഈ മെട്രിക്സ് എ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 2 × 3 6 മൈനസ് 2 × 4 എന്ന് വെച്ചാൽ -8. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 14 എന്ന് കിട്ടി. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് എ ആണെങ്കിൽ ഇനി നമുക്ക് അഡ്ജോയിൻ്റ് എ. അപ്പോൾ സാധാരണ ഒരു മെട്രിക്സ് ആണെങ്കിൽ അഡ്ജോയിൻ്റ് കാണാനായിട്ട് മൈനർ എടുക്കണം, കോഫാക്ടർ എടുക്കണം, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ടാണ് നമ്മൾ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുക. പക്ഷേ ഇവിടെ ഒരു 2/2 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട് അഡ്ജോയിൻ്റ് കാണാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയഗണൽ എൻട്രീസ് പരസ്പരം തിരിച്ചിടുക. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഡയഗണൽ എൻട്രീസ് പരസ്പരം തിരിച്ചിടുക. അപ്പോൾ 2 കിടക്കണോടത്ത് 3 എഴുതുക, അതുപോലെ 3 കിടക്കണോടത്ത് 2 എഴുതുക. അവരെ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുക. മറ്റേ 2 എലമെൻറ്റ്സിന് നോൺ ഡയഗണൽ എൻട്രീസിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ -2 എന്നുള്ളത് വെറും 2 എന്നായി, 4 എന്നുള്ളത് -4 ആയി. ഇങ്ങനെ നമുക്ക് അഡ്ജോയിൻ്റ് എഴുതാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1/14 ഇൻറ്റു 3 2 -4 2. ഇതാണ് നമുക്ക് തന്ന എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ 2/2 മെട്രിക്സ് തന്നിട്ട് ഇൻവേഴ്സ് കാണാൻ പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ പണി. നേരെ നമുക്ക് അഡ്ജോയിൻ്റ് എഴുതാൻ പറ്റുന്നതുകൊണ്ടാണ് പണി കുറയുന്നത്. ഇനി ഇവിടെ ഒരു 3/3 മെട്രിക്സ് തന്നിട്ട് ഇതിൻ്റെ ഇൻവേഴ്സ് കാണാൻ പറയും. അപ്പോൾ ഇതിലെ എല്ലാ സ്റ്റെപ്പും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ 3/3 മെട്രിക്സിനെ ജസ്റ്റ് ഒരു എ എന്നെങ്ങാനും പേരിട്ട് കൊടുക്കുക. നമുക്ക് എളുപ്പത്തിന്, എപ്പോഴും വിളിക്കാൻ എളുപ്പത്തിനാണ് പേരിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തന്ന ഈ മെട്രിക്സിനെ എ എന്ന് പേരിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇൻവേഴ്സ് കാണാനും ഇതാണ് ഫോർമുല, 1/ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു ഇത് ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കി -1 -0. അപ്പോൾ -1 -0. അടുത്ത എലമെൻ്റ് എടുക്കുമ്പോൾ മൈനസ് ഇട്ടിട്ട് 1 എടുക്കുക. ആ 1 ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ 4 -0 പ്ലസ് 3 എടുക്കുക. അത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. ബാക്കി 4 × 2 8 മൈനസ് ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ 7. അപ്പോൾ 8 - 7. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2 × -1 എന്ന് പറയുന്നത് -2 ആയി, -1 × 4 -4 ആയി, ഇത് 3 × 1 3 ആയി. അപ്പോൾ ആൻസർ -3 എന്ന് കിട്ടി. അപ്പോൾ ഈ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ -3 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തത് ഇയാളുടെ മൈനർ കണ്ടുപിടിക്കാം. അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെ ആയിട്ട് മൈനർ കണ്ടുപിടിക്കുക. സോ M11 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കിടക്കുന്ന എലമെൻറ്റിൻ്റെ മൈനർ. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. ബാക്കി ഇതാണ്, അതിങ്ങനെ -1 × 1 -1 -0. അപ്പോൾ അത് -1 എന്ന് കിട്ടി. M11 കിട്ടി. ഇതുപോലെ M12 എടുക്കുക. അപ്പോൾ M12 എന്ന് പറഞ്ഞാൽ ഇതാണ് A12, ഇതിൻ്റെ മൈനർ. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. ബാക്കി എടുക്കുമ്പോൾ 4 × 1 -0 × -7 എന്നാണ് വരിക.
4 × 1 എന്ന് പറഞ്ഞാൽ 4, 0 × എന്ത് വന്നാലും 0, അപ്പോൾ 4 - 0 4 എന്ന് കിട്ടി. ഇനി അതുപോലെ A13യുടെ മൈനർ എടുക്കുമ്പോൾ M13, ഇതാണ് A13, ഇതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. അപ്പോൾ 4 × 2 8 മൈനസ് ഇത് തമ്മിൽ ഗുണിക്കുക, അപ്പോൾ 7 എന്ന് കിട്ടും. അപ്പോൾ 8 - 7 ദാറ്റ് ഈസ് 1. അപ്പോൾ M11 M12 M13 കിട്ടി. ഇനി ഇതുപോലെ അടുത്തത് M21 എടുക്കുക. ഇപ്പോൾ M21 എന്ന് പറഞ്ഞാൽ A21ൻ്റെ മൈനർ. അപ്പോൾ ഇതാണ് A21, ഇതിൻ്റെ മൈനർ. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ റോയും പോയി, ഈ കോളവും പോയി. ബാക്കിയുള്ളത് 1 × 1 മൈനസ് 3 × 2 എന്ന് വെച്ചാൽ 1 - 6 -5 എന്ന് കിട്ടി. ഇനി അതുപോലെ M22, അപ്പോൾ ഇതാണ് A22, ഇതിൻ്റെ മൈനർ. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. ബാക്കിയുള്ളത് 2 × 1 2 മൈനസ് 3 × -7, അപ്പോൾ 2 - -21 എന്നാണ് വരിക. എന്ന് വെച്ചാൽ 2 + 21 23 എന്ന് കിട്ടും. ഇതുപോലെ M23 ഇതാണ് A23, അതിൻ്റെ മൈനർ. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. 2 × 2 4 മൈനസ് 1 × -7, അപ്പോൾ 4 - -7 എന്ന് വെച്ചാൽ 4 + 7 11 എന്ന് കിട്ടും. ഇതുപോലെ M31, ഇതാണ് A31, ഇതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. ബാക്കി 1 × 0 0 മൈനസ് -3, അപ്പോൾ 0 + 3, അതായത് വെറും 3 എന്നാണ് ആൻസർ വരിക. ഇതുപോലെ M32 എടുക്കുക. ഇതാണ് A32, ഇതിൻ്റെ മൈനർ. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ 2 × 0 മൈനസ് 3 × 4 എന്ന് വെച്ചാൽ 0 - 12 -12 എന്ന് കിട്ടി. ഇനി അടുത്തത് M33, ഇതാണ് A33, അതിൻ്റെ മൈനർ എടുക്കുമ്പോൾ 2 × -1 -2 മൈനസ് 1 × 4, അപ്പോൾ -2 -4, അതായത് -6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിലുള്ള എല്ലാ എലമെൻറ്റിൻ്റെയും മൈനറുകൾ കിട്ടി. അപ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മളതിനെ M എന്ന് വിളിച്ച് ഒരു മെട്രിക്സ് ആയിട്ട് എഴുതി. അപ്പോൾ ഫസ്റ്റ് റോ -1 4 1 -5 23 11, അതുപോലെ 3 -12 -6. ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ മൈനർ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് തന്ന മെട്രിക്സിൻ്റെ മൈനർ കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ കോഫാക്ടർ എഴുതാം. അപ്പോൾ കോഫാക്ടർ എന്ന് പറഞ്ഞിട്ട് ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ കോഫാക്ടർ എഴുതി. അപ്പോൾ മൈനർ കിട്ടിക്കഴിഞ്ഞാൽ കോഫാക്ടർ എഴുതാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 3/3 മെട്രിക്സ് ആണെങ്കിൽ ഈ ഡയമണ്ട് ഷേപ്പിലുള്ള ആൾക്കാരുടെ സൈൻ ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. എന്ന് വെച്ചാൽ ഇയാളുടെ ഇത് ഈ 4 പേരുടെ സൈൻ ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോഫാക്ടർ കിട്ടും. നമ്മളെപ്പോഴും ഒരു മെട്രിക്സിൻ്റെ കോഫാക്ടറിനെ A എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് -1, ഇവിടെ -4, വെറും 4 ആയിരുന്നു. കോഫാക്ടർ എഴുതുമ്പോൾ -4, 1ന് മാറ്റില്ല. ഇവിടെ -5 ആണ്, അതിൻ്റെ ചിഹ്നം മാറ്റണം. അപ്പോൾ വെറും 5. 23ന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, 11ൻ്റെ ചിഹ്നം മാറ്റണം. ഡയമണ്ട് ഷേപ്പിലുള്ള ആ ആൾക്കാരുടെ ആ 4 പേരുടെ സൈൻ മാറ്റണം. അപ്പോൾ ഇവിടെ -12 ആണ്, അതിൻ്റെ സൈൻ മാറ്റി വെറും 12 ആക്കി. നമ്മൾ എന്തുകൊണ്ടാണ് ആ ഡയമണ്ട് ഷേപ്പിലുള്ള 4 പേരെ ആക്കണതെന്ന് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കോഫാക്ടർ എഴുതുമ്പോൾ അതിൻ്റെ പ്രൈം ഡെഫിനിഷൻ, ആദ്യം പഠിച്ച ഡെഫിനിഷൻ ആലോചിക്കുക. -1 + i + j ഇൻറ്റു മൈനർ എന്നാണ് നമ്മൾ അതിന് പഠിച്ചേക്കുന്ന ഡെഫിനിഷനെ. അപ്പോൾ ഇതിൻ്റെ പൊസിഷനുകൾ നോക്കിയിട്ട് എപ്പോഴാണോ പൊസിഷനുകളുടെ സമ്മ് ഓടി വരിക അപ്പോഴാണ് നമ്മുടെ ഉത്തരത്തിൽ മൈനസ് വരിക. ആ ഒരു ഐഡിയ വെച്ചാണ് ഞാൻ പറഞ്ഞത് ഇയാളുടെയും ചിഹ്നം മാറ്റണമെന്ന്. ഓക്കെ, നമ്മളപ്പോൾ എളുപ്പത്തിൽ ഡയമണ്ട് ഷേപ്പിലുള്ളവരെ ചിഹ്നം മാറ്റുക എന്ന് പഠിച്ചു വെക്കുക. ഇനി അപ്പോൾ കോഫാക്ടർ കിട്ടി.
ഇനി അടുത്തത് നേരെ നമുക്ക് അഡ്ജോയിൻ്റ് എഴുതാം. അപ്പോൾ അഡ്ജോയിൻ്റ് എഴുതുമ്പോൾ അഡ്ജോയിൻ്റ് എഴുതുകയാണെങ്കിൽ സിമ്പിൾ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. അതായത് ഇതിപ്പോൾ റോയിൽ കിടക്കണതിനൊക്കെ കോളത്തിലാക്കുക. ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതുക. -1 -4 1. സെക്കൻഡ് റോനെ സെക്കൻഡ് കോളാക്കി എഴുതുക. 5 23 -11. തേർഡ് റോനെ തേർഡ് കോളാക്കി എഴുതുക. ഇങ്ങനെ നമുക്ക് അഡ്ജോയിൻ്റ് കിട്ടി. ഇതാണ് നമ്മുടെ അഡ്ജ് എ, നമുക്ക് തന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ്. അടുത്ത സ്റ്റെപ്പിൽ ഇനി നമുക്ക് നേരെ ഇൻവേഴ്സ് എഴുതാം. എ ഇൻവേഴ്സ് ഈക്വൽ ടു നമ്മൾ പഠിച്ച ഇക്വേഷൻ നോക്കുക. ഫസ്റ്റത്തേൽ എഴുതിയിട്ടുണ്ടായിരുന്നു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻ്റ് -3 ആണ്. സോ 1/-3 ഇൻറ്റു അഡ്ജോയിൻ്റ് എ. അഡ്ജോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ ദേ കിടക്കണം -1 5 3 -4 23 12. അതുപോലെ 1 -11 -6. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കിട്ടുക. ഇതുപോലെ അടുത്ത ഒരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കാണാനാണ് പറയുന്നത്. അപ്പോൾ ഈ മെട്രിക്സിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു കോസ് ആൽഫ സൈൻ ആൽഫ അങ്ങനെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് കൂടി ഇതിലെ എലമെൻറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ള ഒറ്റ വ്യത്യാസമുള്ളൂ. ബാക്കി ഇൻവേഴ്സ് കാണുന്ന സ്റ്റെപ്പുകളെ ഒന്നും അത് ബാധിക്കില്ല, അതൊക്കെ പഴയ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ എ ഇൻവേഴ്സ് കാണാനുള്ള എങ്ങനെയാണ് എ ഇൻവേഴ്സ് കാണുക എന്നുള്ള ഇക്വേഷൻ ഒന്ന് ആദ്യം നമുക്ക് എഴുതി വെക്കാം. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. ഇതാണ് നമ്മൾ പഠിച്ചേക്കുന്ന ഇൻവേഴ്സ് കാണാനായിട്ടുള്ള ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇൻവേഴ്സിനുള്ള ഇക്വേഷൻ ഇതാണ്. നമുക്ക് ആദ്യം തന്നെ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് എ ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു അതുൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കോസ് ആൽഫ ഇൻറ്റു മൈനസ് കോസ് ആൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് കിട്ടും. മൈനസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ. ഇനി അടുത്തത് എടുക്കുമ്പോൾ -0 ഇൻറ്റു എന്തെടുത്താലും 0 ആയി പൊക്കോളൂല്ലോ. അപ്പോൾ ഇത് ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. പ്ലസ് അടുത്തത് 0 ഇൻറ്റു ഈ 0 ഇൻറ്റു ഇത് ഉൾപ്പെടുന്ന റോ 0 ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നോക്കണ്ട. 0 ഇൻറ്റു ഏത് സംഖ്യ വന്നാലും 0 ആണേ. അപ്പോൾ അതങ്ങനെ പോയി. ഇനി ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും മൈനസ് കോമണാണ്. മൈനസ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് -1 ഇൻറ്റു ഇതിനെ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ. മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോസ് സ്ക്വയർ ആൽഫ, ഇവിടുന്ന് മൈനസ് പുറത്തേക്ക് എടുത്തു. സോ ഇവിടെ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ എന്നാണ് വരിക. അപ്പോൾ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ട്രിഗ്നോമെട്രിയിൽ. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ ഡിറ്റർമിനൻ്റ് വാല്യൂ -1 എന്ന് കിട്ടി. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് -1 എന്ന് കിട്ടി. ഇനി നമുക്ക് പതുക്കെ ഇതിൻ്റെ മൈനറുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം M11 ഇതാണ് നമ്മുടെ A11. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക, ഇവിടെ എടുത്തു. അപ്പോൾ നോക്കിയേ മൈനസ് കോസ് സ്ക്വയർ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ ഈ വന്ന സാധനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ മൈനസ് പുറത്തേക്ക് എടുത്താൽ മൈനസ് ഓഫ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ, അതായത് -1 എന്ന് കിട്ടും. അപ്പോൾ M11 -1 എന്ന് കിട്ടി. ഇനി ഇതുപോലെ പോയി M12 കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് A12, അതിൻ്റെ മൈനർ. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. അപ്പോൾ നമുക്ക് ഈ റോയും പോയി ഈ സെക്കൻഡ് കോളവും പോയി. 0 ഇൻറ്റു -0 ഇൻറ്റു അപ്പോൾ അത് 0. ഇതുപോലെ M13 ഇതാണ് A13. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് റോയും പോയി തേർഡ് കോളവും പോയി. ഇവിടെ 0 ഇൻറ്റു -0 ഇൻറ്റു സോ ഇതും എന്തായി, ഇതിൻ്റെ ആൻസറും 0 എന്ന് തന്നെ കിട്ടി. ഇനി അടുത്തത് M21 നോക്കുക. അപ്പോൾ M21 എടുക്കുമ്പോൾ ഇതാണ് A21.
അപ്പോൾ ഇതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ ഈ റോയും ഈ കോളവും ഈ റോയും പോയി. അപ്പോൾ 0 ഇൻറ്റു മൈനസ് കോസ് ആൽഫ മൈനസ് 0 ഇൻറ്റു സൈൻ ആൽഫ കഴിഞ്ഞാൽ 0 മൈനസ് 0 അതും 0 എന്ന് കിട്ടി. അടുത്തത് M22, അതായത് A22ൻ്റെ മൈനർ. ഇതാണ് A22. ഇതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും പോയി. അതായത് സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും പോയി. ബാക്കി 1 ഇൻറ്റു മൈനസ് കോസ് ആൽഫ മൈനസ് 0 ഇൻറ്റു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് കോസ് ആൽഫ എന്ന് കിട്ടി. മൈനസ് കോസ് ആൽഫ എന്ന് കിട്ടി. ദെൻ അടുത്തത് M23 കണ്ടുപിടിക്കുക. അപ്പോൾ M23 ഇതാണ് A23 എന്ന് പറയുന്ന എലമെൻറ്റ്. ഇതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ ഇത് ഉൾപ്പെടുന്ന സെക്കൻഡ് റോയും കളയുക, തേർഡ് കോളവും കളയുക. അപ്പോൾ 1 ഇൻറ്റു സൈൻ ആൽഫ, സെക്കൻഡ് റോയും പോയി തേർഡ് കോളവും പോയി. 1 ഇൻറ്റു സൈൻ ആൽഫ മൈനസ് 0 ഇൻറ്റു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ആൽഫ എന്ന് കിട്ടി. അടുത്തത് തേർഡ് റോ ചെയ്യാം. അപ്പോൾ M31. അപ്പോൾ M31 എന്ന് പറയുമ്പോൾ ഇതാണ് A31. ഇതിൻ്റെ മൈനർ നോക്കുമ്പോൾ ഇതുൾപ്പെടുന്ന റോയും കോളവും കളയുക. അപ്പോൾ 0 ഇൻറ്റു സൈൻ ആൽഫ മൈനസ് 0 ഇൻറ്റു കോസ് ആൽഫ 0 എന്ന് കിട്ടി. ഇതുപോലെ M32. ഇതാണ് നമ്മുടെ A32. അപ്പോൾ ഇതുൾപ്പെടുന്ന റോയും കോളവും കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് റോയും സെക്കൻഡ് കോളവും പോയി. ബാക്കിയുള്ളത് 1 ഇൻറ്റു സൈൻ ആൽഫ മൈനസ് 0. അപ്പോൾ അത് സൈൻ ആൽഫ എന്ന് കിട്ടി. ദെൻ M33, അതായത് A33യുടെ മൈനർ. ഇതാണ് A33. അപ്പോൾ ഇതിൻ്റെ മൈനർ കാണാൻ ഇതുൾപ്പെടുന്ന തേർഡ് റോയും തേർഡ് കോളവും കളയുക. 1 ഇൻറ്റു കോസ് ആൽഫ, നമുക്ക് കോസ് ആൽഫ എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്കിതിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും മൈനറുകൾ കിട്ടണത്. അപ്പോൾ അതിലാകെ ഇതും ഫസ്റ്റത്തെ M11 മൈനസ് 1 കിട്ടി. ഇത് രണ്ട് 0 ആയിപ്പോയി. സെക്കൻഡ് റോയിൽ ഇവിടെ 0 മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ ഈ രൂപത്തിലാണ് കിട്ടണത്. ഇനി നമുക്ക് ഇതിനെ മെട്രിക്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മൈനർ, അപ്പോൾ നമുക്ക് ഇതേ ഓർഡറിൽ തന്നെ മൈനർ എടുത്ത് എഴുതാം. അപ്പോൾ ഞാനത് ഇവിടെ എഴുതണില്ല, നമ്മളെപ്പോഴും മൈനർ എഴുതണതാണ്. സോ ഇനി ഞാൻ നേരെ ഇതിൽ നിന്ന് കോഫാക്ടർ എടുത്ത് എഴുതാൻ പോവാണ് കേട്ടോ. ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്ത് നേരെ കോഫാക്ടർ എഴുതാൻ പോവാണ്. അപ്പോൾ കോഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മൈനറിൻ്റെ മെട്രിക്സ് ആണ് ഈ കിടക്കുന്നത്. സോ ഇതിലെ ഡയഗണൽ എൻട്രീസ് ഇവർ, ഇയാൾ, ഇയാൾ, ഈ 1 2 3 4 പേരുടെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് -1 അങ്ങനെ തന്നെ എഴുതി. 0ക്ക് ചിഹ്നം ഓപ്പോസിറ്റ് ആക്കിയാലും 0 തന്നെ. ഇവിടെയും 0, ഇവിടെ 0, 0ന് സൈൻ ഓപ്പോസിറ്റ് ആക്കിയാലും ഒന്നുമില്ല. പിന്നെ ഇവിടെ മൈനസ് കോസ് ആൽഫ, ഇവിടെ സൈൻ ആൽഫ. അതിൻ്റെ നമുക്ക് ചിഹ്നം ഓപ്പോസിറ്റ് ആക്കണം. അപ്പോൾ മൈനസ് സൈൻ ആൽഫ, ഇയാളുടെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കി മൈനസ് സൈൻ ആൽഫ. അടുത്തത് 0 അങ്ങനെ തന്നെ എഴുതി. ഇദ്ദേഹത്തിൻ്റെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുമ്പോൾ മൈനസ് സൈൻ ആൽഫ. ഇയാൾ അതുപോലെ തന്നെ എഴുതി കോസ് ആൽഫ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഫാക്ടർ. അപ്പോൾ തന്നെ നമുക്ക് നേരെ അതിൻ്റെ അഡ്ജോയിൻ്റ് എഴുതാം. അപ്പോൾ അഡ്ജോയിൻ്റ് A ഈക്വൽ ടു കോഫാക്ടർ എഴുതിയതിൻ്റെ ട്രാൻസ്പോസ്, അതായത് ഇതിൽ റോയിൽ എഴുതിയേക്കണതിനെ കോളത്തിലാക്കുക. അപ്പോൾ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതി. -1 0 0 അതിനെ ഇവിടെ താഴേക്ക് എഴുതി. സെക്കൻഡ് റോനെ സെക്കൻഡ് കോളത്തിൽ എഴുതി. അപ്പോൾ 0 മൈനസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ. ഇതുപോലെ തേർഡ് റോനെ തേർഡ് കോളത്തിലാക്കി എഴുതി. അപ്പോൾ 0 മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ കോഫാക്ടർ തന്നെയാണ് കിട്ടണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഫാക്ടറായിട്ട് കിട്ടിയ മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് അർത്ഥം. അതായത് ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോഴും ഇതേ ഉത്തരം തന്നെ കിട്ടണം. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച സിമെട്രിക് എന്നുള്ള കാര്യം വെറുതെ ഒന്ന് ഓർത്തേക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അഡ്ജോയിൻ്റ് A കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നേരെ A ഇൻവേഴ്സ് എഴുതാം. A ഇൻവേഴ്സ് ഈക്വൽ ടു നമ്മൾ പഠിച്ചേക്കണ ഇക്വേഷൻ മനസ്സിലാലോചിക്കുക. 1/det A ഇൻറ്റു അഡ്ജോയിൻ്റ് A. ഇവിടെ
ഡിറ്റർമിനൻ്റ് എ കിട്ടിയേക്കണത് -1 ആണ്. അപ്പോൾ 1/-1 ഇൻറ്റു അഡ്ജോയിൻ്റ് എ. അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് -1 0 0, ഇവിടെ 0 0, മൈനസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ അഡ്ജോയിൻറ്റ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ ഒരു കാര്യം കൂടി ചെയ്യാം. ഈ മൈനസിനെ ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് 1 0 0 0 കോസ് ആൽഫ സൈൻ ആൽഫ 0 സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ എന്ന് ഉത്തരം എഴുതാനായിട്ട് പറ്റും. അതായത് ഇതേ ഇങ്ങനെ ഉത്തരം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കറക്റ്റായി ഇപ്പോൾ ഒരു ഭംഗിയായി 1 0 0 0 കോസ് ആൽഫ, ഇവിടെ സൈൻ ആൽഫ, താഴെയാണെങ്കിൽ 0 സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ. അങ്ങനെ ആ -1 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ ഭംഗിയാക്കിയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റി. ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് ആൻസർ. അടുത്തത് നമുക്കൊരു വെരിഫൈ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണെന്നുള്ള തിയറം ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനായിട്ട് എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന ഒരു 2/2 മെട്രിക്സുകൾ തന്നിരിക്കുന്നു. ഇതിൽ ഈ പറയുന്ന തിയറം കറക്റ്റ് ആണെന്നൊന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ വെരിഫൈ ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ആദ്യം LHS എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ LHS എന്ന് പറഞ്ഞാൽ എ ബി ഇൻവേഴ്സ് ആണ്. സോ നമ്മൾ ആദ്യം തന്നെ എ ബി കണ്ടുപിടിക്കുക. എ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി 3 7 2 5 ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി, അതായത് 6 8 7 9. ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആദ്യം നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എ ബി കിട്ടും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോയും ഇവിടുത്തെ ഫസ്റ്റ് കോളം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 6 18 + 7 × 7 49. 18 + 49 എന്ന് പറഞ്ഞാൽ 67. ഇതുപോലെ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും തമ്മിൽ. അപ്പോൾ 3 × 8 24 + 7 × 9 63. 24 + 63 87 എന്ന് കിട്ടി. ഇതുപോലെ സെക്കൻഡ് റോ വെച്ച് ചെയ്യാം. 2 × 6 12 + 5 × 7 35. 12 35 കൂട്ടിയാൽ 47 എന്ന് കിട്ടി. ഇതുപോലെ 2 × 8 16, 5 × 9 45. 16 45 കൂട്ടിയാൽ 61 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. ഇനി എ ബിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാനായിട്ട് ഏത് മെട്രിക്സ് ആയിക്കോട്ടെ, ഇൻവേഴ്സ് കാണാൻ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഏത് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാനായാലും 1/ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ഇവിടെ എ ബിയുടെ ഇൻവേഴ്സ് കാണണമെങ്കിൽ ആദ്യം എ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഡിറ്റർമിനൻ്റ് എടുക്കുക ഇൻറ്റു അതിൻ്റെ അഡ്ജോയിൻ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ ബി എന്ന് പറയുമ്പോൾ 67 × 61 മൈനസ് 87 × 47. അതിൽ 67 × 61 4087 മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4089. നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് എ ബി -2 എന്ന് കിട്ടി. അപ്പോൾ ഈ എ ബിയുടെ ഡിറ്റർമിനൻ്റ് വാല്യൂ -2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇതിൽ 1/-2 ഇൻറ്റു അഡ്ജോയിൻറ്റ്. ഇപ്പോൾ ഇതൊരു 2/2 മെട്രിക്സ് അല്ലേ, അപ്പോൾ അഡ്ജോയിൻ്റ് എഴുതാൻ എളുപ്പമാണ്. അതായത് ഈ ഡയഗണൽ എൻട്രീസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ 61 താഴെ 67 അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. ഇവരുടെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ ഇത് -87 ഇവിടെ -47. അപ്പം ഇതായിരിക്കും നമുക്ക് തന്ന എ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് കിട്ടി. ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പതുക്കെ റൈറ്റ് സൈഡിലേക്ക് പോവാം. അപ്പോൾ അതിൽ ആദ്യം തന്നെ ബി ഇൻവേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബി ഇൻവേഴ്സ് ഈക്വൽ ടു
1 ഡിറ്റർമിനൻറ്റ് ബി ഇൻറ്റു അഡ്ജോയിൻറ്റ് ബി. ഇതാണ് ബി ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബിയുടെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ബി. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 6 × 9 54 മൈനസ് 8 × 7 56. അപ്പോൾ 54 മൈനസ് 56 അതായത് -2 എന്ന് കിട്ടി. ഇതിൻ്റെ അഡ്ജോയിൻ്റ് എഴുതാം. അപ്പോൾ ഒറ്റയടിക്ക് എഴുതാം അഡ്ജോയിൻ്റ്. ഇതാണ് ബി. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ എൻട്രീസ് പരസ്പരം തിരിച്ചിടുക. അപ്പോൾ 9 ആദ്യം 6 ഇവിടെയും ഇട്ടു. ഇനി ഈ രണ്ട് പേരുടെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുക. -8ഉം -7. ഇതാണ് നമ്മുടെ ബി ഇൻവേഴ്സ്. ഇതുപോലെ എ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ എ ഇൻവേഴ്സ് ഈക്വൽ ടു സെയിം 1 ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. ഇതാണ് എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ അതിൽ ഡിറ്റർമിനൻ്റ് എ ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എ. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ 3 × 5 15 മൈനസ് 7 × 2 14. അപ്പോൾ 15 മൈനസ് 14 ഡിറ്റർമിനൻ്റ് 1 എന്ന് കിട്ടി ഇൻറ്റു അഡ്ജോയിൻ്റ്. അപ്പോൾ നമ്മുടെ എ ഇതാണ്. ഇതിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഡയഗണൽ എൻട്രീസ് തിരിച്ചിടുക. അതായത് 3 കാണുന്നിടത്ത് 5, 5 കാണുന്നിടത്ത് 3 ഇടുക. അപ്പോൾ ഇവിടെ 5 3 ഇതിൻ്റെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ 5 3 ഇവിടെയുള്ള 7ൻ്റെ ചിഹ്നം -7 എന്നാക്കുക, 2നെ -2 എന്നാക്കുക. ഇതായിരിക്കും നമ്മുടെ എ ഇൻവേഴ്സ്. ഇനി നമുക്കിതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതായത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് നോക്കാം. അപ്പോൾ ആദ്യം ബി ഇൻവേഴ്സ് എഴുതി 1 -2 ഇൻറ്റു 9 -8 -7 6. അതിനെ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ 1/1 എന്ന് പറഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല, 1 ആയിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളത് മാത്രം എഴുതിയാൽ മതി. 5 -7 -2 3. അപ്പോൾ ഇതിൽ ഈ 1/-2 അങ്ങനെ തന്നെ താഴേക്ക് ഇട്ടു. അതിനെ നമ്മളൊന്നും ചെയ്യണില്ല. ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. 9 × 5 45 പ്ലസ് -8 × -2 അതായത് 16. അപ്പോൾ 45 + 16 എന്ന് വെച്ചാൽ 61 കിട്ടി. അടുത്തത് ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 9 × -7 -63 പ്ലസ് -8 × 3 -24 അതായത് -63 -24 എന്ന് വെച്ചാൽ -87. ഇതുപോലെ സെക്കൻഡ് റോ വെച്ച് ചെയ്യാം. അപ്പോൾ -7 × 5 -35 പ്ലസ് 6 × -2 -12 എന്ന് വെച്ചാൽ -35 -12 അപ്പോൾ -47 എന്ന് കിട്ടി. ഇതുപോലെ സെക്കൻഡ് റോ ഉണ്ട് സെക്കൻഡ് കോളത്തിന് -7 × -7 വെറും 49 പ്ലസ് 6 × 3 18. 49 + 18 67. ഇങ്ങനെ റൈറ്റ് സൈഡിൻ്റെ ആൻസർ കിട്ടി. ഇനി നമ്മൾ നോക്കിയേ LHSന് കിട്ടിയ ആൻസറും RHSന് കിട്ടിയ ആൻസറും നോക്കുക. LHSൽ എന്താണോ കിട്ടിയത് അത് തന്നെ RHSലും കിട്ടി. അപ്പോൾ നമുക്ക് പറയാം ഹിയർ LHS ഈക്വൽ ടു RHS, ഹിയർ LHS ഈക്വൽ ടു RHS, ഹെൻസ് വെരിഫൈഡ്. LHS ഈക്വൽ ടു RHS, ഹെൻസ് വെരിഫൈഡ്. പരിപാടി കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിളിൽ കണ്ട ചോദ്യമാണ്. അതിൻ്റെ അതുപോലത്തെ തന്നെ വേറൊരു എക്സസൈസ് ക്വസ്റ്റ്യൻ. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. ഇത് a² - 5a + 7i = 0 ഈ ഒരു ഇക്വേഷൻ അനുസരിക്കും എന്ന് ആദ്യം നമ്മൾ വെരിഫൈ ചെയ്യുക. അതുപയോഗിച്ച് ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ്, ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ ഇത് അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം a² കണ്ടുപിടിച്ചു. അതായത് a² = a² പറഞ്ഞാൽ a × a. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 3 1 -1 2 ഇൻറ്റു ആ മെട്രിക്സ് തന്നെ 3 1
-1 2 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഉള്ളിലേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റോ എടുത്തു, ഇവിടുത്തെ ഫസ്റ്റ് കോളം എടുത്തു. അപ്പോൾ 3 × 3 9 പ്ലസ് 1 × -1. അപ്പോൾ 9 + -1 എന്ന് പറഞ്ഞാൽ 9 - 1 ഉത്തരം 8 എന്ന് കിട്ടി. ഇനി ഈ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 × 1 3 പ്ലസ് 1 × 2 2. അപ്പോൾ 3 + 2 5 എന്ന് കിട്ടി. ഇനി ഇതുപോലെ സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -1 × 3 -3 പ്ലസ് 2 × -1. അപ്പോൾ -3 പ്ലസ് -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് -5 എന്ന് കിട്ടി. ഇതുപോലെ സെക്കൻഡ് കോളം. അപ്പോൾ -1 × 1 -1 പ്ലസ് 2 × 2 4. അപ്പോൾ -1 പ്ലസ് 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ a² റെഡിയായി. ഇനി അടുത്തത് 5a കണ്ടുപിടിച്ച് നോക്കാം. 5a എന്ന് പറഞ്ഞാൽ a എന്ന് പറയുന്ന മെട്രിക്സിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാണ് a, ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 3 × 5 15, 1 × 5 5, -1 × 5 -5, 2 × 5 10. ഇങ്ങനെ നമുക്ക് 5a എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. ഇനി ഇതുപോലെ 7i നമുക്ക് ഒറ്റയടിക്ക് എഴുതാം. i എന്ന് പറഞ്ഞാൽ 1001. അപ്പോൾ 7i എന്ന് പറഞ്ഞാൽ 7007 ഒറ്റയടിക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എല്ലാ a² ആയി 5a ആയി 7i ആയി. ഇനി നേരെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഴുതി a² - 5a + 7i. അതിൽ നേരെ കൊണ്ടുപോയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഈക്വൽ ടു a² സ്ഥാനത്ത് 8 5 -5 3 -5a 5a സ്ഥാനത്ത് 15 5 -5 10 പ്ലസ് 7i എന്ന് പറഞ്ഞാൽ 7007. ദെൻ ഇവിടെ 8 - 15. ഇപ്പോൾ 8 - 15 എന്ന് പറഞ്ഞാൽ -7 പ്ലസ് 7 എന്ന് വെച്ചാൽ ആദ്യത്തെ എലമെൻറ്റ് 0 എന്ന് കിട്ടി. ഇനി 5 - 5 0 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 0. ഇനി -5 -5. അപ്പോൾ -5 പ്ലസ് 5i എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 പ്ലസ് 0 അഗെയിൻ 0 തന്നെ. ഇനി 3 - 10 -7i പ്ലസ് 7 എന്ന് പറയുമ്പോൾ 0. അപ്പോൾ നമുക്ക് a² - 5a + 7iയുടെ ഉത്തരം 0 മാട്രിക്സ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ 0 മാട്രിക്സ് എന്നുള്ളതിനെ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, 0 മാട്രിക്സ്. അപ്പോൾ ഈ കാര്യം ഓക്കെ, ഇത് ആ ഇക്വേഷൻ അനുസരിക്കേണ്ടത് കിട്ടി. ഇനി ഇതുപയോഗിച്ച് a ഇൻവേഴ്സ് കാണാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ ആദ്യം ഒന്ന് എഴുതി. a² - 5a + 7i = 0. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ ഇക്വേഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ a² a × a എന്ന് എഴുതി. അതായത് a -5a. ഈ പ്ലസ് 7iനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റി. അപ്പോൾ അത് -7i എന്നായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മൾട്ടിപ്ലൈ ബൈ a ഇൻവേഴ്സ്. a ഇൻവേഴ്സ് കൊണ്ട് ഓരോ ടേമിനെയും റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് പറയുക? പോസ്റ്റ് മൾട്ടിപ്ലൈ ബൈ a ഇൻവേഴ്സ്. പോസ്റ്റ് മൾട്ടിപ്ലൈ ബൈ a ഇൻവേഴ്സ്. ഓരോ ടേമിനെയും റൈറ്റ് സൈഡിൽ a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ടേം a. ഇതിനെ a ഇൻവേഴ്സ് കൊണ്ട് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് എടുത്തു കേട്ടോ. അതുപോലെ -5a അതിനെ a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈക്വൽ ടു -7i അതിനെ a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഓരോ ടേമിനെയും a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും.
അപ്പോൾ ഇവിടുത്തെ ഈ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐ ആണ്. അപ്പോൾ എ ഐ. ഇവിടെ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാലും ഐ ആണ്. 5i ഈക്വൽ ടു ഐ ഇൻറ്റു എ ഇൻവേഴ്സ് പറഞ്ഞാൽ എ ഇൻവേഴ്സ് തന്നെ. അപ്പോൾ -7 എ ഇൻവേഴ്സ്. അടുത്ത സ്റ്റെപ്പിൽ ഇൻറ്റു -7 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടുത്തെ എ ഐ എന്ന് പറഞ്ഞാൽ അതിനെ എ എന്ന് തന്നെ എഴുതാം. എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ ഐഡൻറ്റി മെട്രിക്സ് കൊണ്ട് ഗുണിച്ച എ തന്നെ. 5i അങ്ങനെ തന്നെ എഴുതി. 5 ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഐ ഐഡൻറ്റിറ്റി മെട്രിക്സ്, അങ്ങനെ തന്നെ എഴുതി. ഈ -7 ഇവിടെ ഇൻറ്റു -7 ഇൻറ്റു എന്നാണ് കിടക്കുന്നത്. സോ ഇൻറ്റു -7 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ -7 എന്നായി. ഇതായിരിക്കും നമ്മുടെ ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ a - 5i കണ്ടുപിടിക്കുക. അപ്പോൾ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 1 -1 2 -5i. 5i എന്ന് പറഞ്ഞാൽ 5005. ഇതിനെ ബൈ -7. അപ്പോൾ ഇത് ബൈ -7 ഞാൻ തൽക്കാലം ഇങ്ങനെ എഴുതണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 - 5 -2 ബൈ -7 എന്ന് പറയുമ്പോൾ -2 ബൈ -7 ഇങ്ങനെയാണ് ഫസ്റ്റ് എലമെൻറ്റ് കിട്ടുക. അപ്പോൾ അതിൽ മൈനസും മൈനസും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി അടുത്തത് 3 - 0 3 എന്ന് കിട്ടും ബൈ -7. അപ്പോൾ 3 ബൈ -7. അതിനെ -3/7 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. മൈനസ് മുകളിൽ കിടന്നാലും താഴെ കിടന്നാലും സെയിം മീനിങ് കേട്ടോ. ഇതുപോലെ -1 - 0 വെച്ചാൽ -1 ബൈ -7. അപ്പോൾ -1 ബൈ -7. ഇവിടെയും മുകളിൽ പറഞ്ഞ പോലെ മൈനസും മൈനസും കട്ട് ചെയ്ത് പ്ലസ് ആയി. ഇനി അടുത്തത് 2 - 5 -3 ബൈ -7. അപ്പം -3 ബൈ -7. അവിടെയും മൈനസും മൈനസും നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസറായിട്ട് ഭംഗിയിൽ 2/7 -3/7 1/7 3/7 ഇങ്ങനെ എഴുതും. അപ്പോൾ ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ അനുസരിക്കുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് ആ ഇക്വേഷൻ ഉപയോഗിച്ച് അതിൽ നിന്ന് എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. അതേ ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യം. വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. എന്നിട്ട് ഫൈൻഡ് ദി നമ്പേഴ്സ് സ്മോൾ എ ആൻഡ് സ്മോൾ ബി സച്ച് ദാറ്റ് a² പ്ലസ് സ്മോൾ എ ഇൻറ്റു എ പ്ലസ് സ്മോൾ ബി ഇൻറ്റു ഐ ഈക്വൽ ടു 0 മെട്രിക്സ്. അപ്പോൾ ഇങ്ങനെ 0 മെട്രിക്സ് കിട്ടുന്ന തരത്തിലുള്ള ഒരു എയും ബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ചോദ്യം പോലെയൊക്കെ തന്നെ ഏകദേശം. അപ്പോൾ നമുക്ക് ചോദ്യത്തിൻ്റെ അവസാന രൂപത്തിൽ മാത്രം ഒരു ചെറിയ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ടല്ലോ, ആദ്യം തന്നെ a² കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ് ഈ ഇക്വേഷൻ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം a² ആണ് വേണ്ടത്. അപ്പോൾ a² കാണാൻ പോവുകയാണ്. a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ഇൻറ്റു എ, നമുക്ക് തന്ന എ എന്ന് പറയുന്ന മെട്രിക്സിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ a² ഈക്വൽ ടു 3 2 1 1 എന്ന് പറയുന്ന മെട്രിക്സിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 3 × 3 9 + 2. അപ്പോൾ നമുക്കിവിടെ 11 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 × 2 6 + 2 8 എന്ന് കിട്ടി. ഇതും മൾട്ടിപ്ലൈ ചെയ്യുന്ന 1 × 3 3 + 1 അപ്പോൾ 4 എന്ന് കിട്ടി. 1 × 2 2 + 1 3 എന്ന് കിട്ടി. ഇത്തരത്തിൽ a² റെഡിയായി. അടുത്തത് സ്മോൾ ലെറ്റർ എ ഇൻറ്റു ക്യാപിറ്റൽ എ എന്ന് വെച്ചാൽ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിലെ ഓരോ എലമെൻറ്റിനെയും സ്മോൾ ലെറ്റർ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 3a 2a 1a 1a ഞാൻ വെറുതെ എന്ന് എഴുതണു. ഇവിടെയും 1a അതിനെ ഞാൻ വെറുതെ എ എന്ന് എഴുതണു. ഇത്തരത്തിൽ സ്മോൾ എ ഇൻറ്റു ക്യാപിറ്റൽ എ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ a² കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് സ്മോൾ എ ഇൻറ്റു ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെട്രിക്സും കിട്ടി. ഇനി നമുക്ക് ബി ഐ എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൽ ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ബി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ഫുള്ളായിട്ട് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
അപ്പോൾ ബി ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ 1 0 0 1. അപ്പോൾ ഇതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബി 1 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി 0 0 ബി എന്നാണ് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബി ഐ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി നമുക്ക് പതുക്കെ ഇവർ പറഞ്ഞ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. എ സ്ക്വയർ പ്ലസ് സ്മോൾ ലെറ്റർ എ ഇൻറ്റു ക്യാപിറ്റൽ എ പ്ലസ് സ്മോൾ ലെറ്റർ ബി ഇൻറ്റു ക്യാപിറ്റൽ ഐ, ഈ ഇക്വേഷനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ശരിയാവുണ്ടോ എന്ന് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 11 8 4 3. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കണ ഇക്വേഷൻ അനുസരിച്ച് എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഐ എന്ന് പറഞ്ഞാൽ 0 മെട്രിക്സ് കിട്ടണം. അപ്പോൾ നമ്മൾ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എ സ്ക്വയർ കൊടുത്തു, പ്ലസ് എ എന്ന് പറയുമ്പോൾ ദേ എ എന്ന് പറഞ്ഞാൽ 3a 2a a. അപ്പോൾ 3a 2a a. ഇനി അടുത്തത് പ്ലസ് ബി ഐ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പ്ലസ് ബി ഐ എന്ന് പറയുമ്പോൾ ബി 0 0 ബി. ഇതിൻ്റെ ആൻസർ നമുക്ക് 0 മെട്രിക്സ് എന്നാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുക എന്നാണ് അവർ പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്കതൊന്ന് കൂട്ടി നോക്കാം. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ്സ് തമ്മിൽ കൂട്ടി, അപ്പോൾ 11a പ്ലസ് 3a പ്ലസ് ബി. രണ്ടാമത്തെ എലമെൻറ്റുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 8 പ്ലസ് 2a. ഇനി ഇവിടെയുള്ള എലമെൻറ്റ്സ് കൂട്ടിക്കഴിഞ്ഞാൽ 4 പ്ലസ് എ. ഇത് കൂട്ടിയ 3 പ്ലസ് എ പ്ലസ് ബി. ഇങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഐയുടെ ആൻസർ കിട്ടണത്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് 0 മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ ഇയാളുടെ എയും ബിയും ഉണ്ട്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ എലമെൻറ്റുകൾ തമ്മിൽ ആദ്യം കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ മൂന്നാമത്തെ എലമെൻറ്റ് കമ്പയർ ചെയ്യാം. അതാണ് ഇച്ചിരി കൂടി എളുപ്പം. അതായത് ഈ A21 എന്ന് പറയുന്ന ഇവിടുത്തെ എലമെൻറ്റും ഈ എലമെൻറ്റും കൂടെ കമ്പയർ ചെയ്യാം. അപ്പോൾ ഇത് 4 പ്ലസ് എ 0യോട് ഈക്വൽ ആവണം. അപ്പോൾ നമുക്ക് 4 പ്ലസ് എ ഈക്വൽ ടു 0. അപ്പോൾ എ ഈക്വൽ ടു -4 എന്ന് കിട്ടി. ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ എടുക്കുന്നതാണ് ലാഭം. ഇപ്പോൾ ഇതും കമ്പയർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഉത്തരം കറക്റ്റാണ്. പക്ഷേ ഇതാവുമ്പോൾ ഏറ്റവും സിമ്പിളാണ്. ഇനി അതുപോലെ ഇതും ഈ A22 എന്ന് പറയുന്ന ഈ എലമെൻറ്റും ഇതും കൂടി നോക്കുക. അപ്പോൾ ഇവിടെ 0 വരേണ്ടത്. സോ 3 പ്ലസ് എ പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. 3 പ്ലസ് എ പ്ലസ് ബി ഈക്വൽ ടു 0. അതിൽ എയുടെ സ്ഥാനത്ത് -4 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 പ്ലസ് -4 പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ 3 പ്ലസ് -4 എന്ന് പറഞ്ഞാൽ 3 -4 -1 പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ബി ഈക്വൽ ടു -1നെ അപ്പുറത്തേക്ക് കൊടുത്താൽ വെറും 1 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു മെട്രിക്സ് ഈ ഒരു ഇക്വേഷൻ അനുസരിക്കണമെങ്കിൽ എയുടെ വാല്യൂ -4 ആവണം, ബിയുടെ വാല്യൂ 1 ആയിരിക്കണം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നോക്കേണ്ടത്. എ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് തന്നേക്കണം. എന്നിട്ട് a³ - 6a² പ്ലസ് 5a പ്ലസ് 11i ഈക്വൽ ടു 0 മെട്രിക്സ് കിട്ടും എന്ന് തെളിയിക്കാൻ പറഞ്ഞിരിക്കണം. ദെൻ ഇതുപയോഗിച്ച് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് തന്നേക്കണം, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതിലെ ഓരോരുത്തരെയായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് a³ വേണം. അപ്പോൾ a³ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം a² കാണണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ a² കാണാൻ പോവുകയാണ്. അപ്പോൾ a² എന്ന് പറഞ്ഞാൽ a ഇൻറ്റു എ. എ എന്ന് പറയുന്ന മെട്രിക്സിനെ എ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയർ അറിയാം. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2. അപ്പോൾ 1 പ്ലസ് 1 പ്ലസ് 2 4 എന്ന് കിട്ടി. ഇനി ഇതുപോലെ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു -1 എന്ന് വെച്ചാൽ 1 പ്ലസ് 2 -1. 1 -1 കട്ട് ചെയ്ത് പോയി 2 എന്ന് കിട്ടി. ഇതുപോലെ ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളം. അപ്പോൾ 1 ഇൻറ്റു 1 1 പ്ലസ് 1 ഇൻറ്റു -3 -3 പ്ലസ് 1 ഇൻറ്റു 3 3.
അപ്പോൾ 1 -3 + 3 -3 + 3 പോയി 1 എന്ന് ഉത്തരം കിട്ടി. ഇതുപോലെ സെക്കൻഡ് റോ കൊണ്ട് 3 കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു, ഈ രൂപത്തിൽ കിട്ടി. തേർഡ് റോ കൊണ്ടും 3 കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് a² ഇത്തരത്തിൽ കിട്ടി. ഇനി നമുക്ക് a³ കണ്ടുപിടിക്കണം. അപ്പോൾ a³ കാണാൻ a × a² ചെയ്താൽ മതി. നമ്മളിപ്പോൾ 5³ കാണണമെങ്കിൽ 5 × 5². അതുപോലെ മെട്രിക്സിൻ്റെ കാര്യത്തിലും a³ കാണണമെങ്കിൽ a × a². a എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി, a² എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോ ഇവിടുത്തെ ഫസ്റ്റ് കോളം 1 × 4 4 + 1 × -3 -3 + 1 × 7. അപ്പോൾ 4 -3 + 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 എന്ന് കിട്ടി. ഇതുപോലെ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 × 2 2 + 1 × 8 8 + 1 × -3. അപ്പോൾ 2 + 8 -3 എന്ന് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 7. ഇതുപോലെ ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളം 1 × 1 1 + 1 × -14 -14 + 1 × 14 14. അപ്പോൾ 1 -14 + 14 -14 + 14 വെട്ടിപ്പോയി 1 എന്ന് കിട്ടി. ഇതേപോലെ സെക്കൻഡ് റോ എടുക്കുക, 3 കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്കിങ്ങനെ കിട്ടും. തേർഡ് റോ എടുക്കുന്നു, 3 കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, നമുക്ക് തേർഡ് റോ കിട്ടും. ഇത്തരത്തിൽ നമ്മുടെ a³ റെഡിയായി. അപ്പോൾ a³ റെഡിയായി. ഇനി നമുക്ക് അടുത്തത് 6a² കാണണം. അപ്പോൾ ഇവിടെ ഓൾറെഡി a² ഉണ്ട്, അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം 4നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 24, 2നെ 6 കൊണ്ട് ഗുണിച്ചു 12, 1നെ 6 കൊണ്ട് ഗുണിച്ചു 6. ഇതുപോലെ -3 × 6 -18, 8 × 6 48, -14 × 6 -84, 7 × 6 42, -3 × 6 -18, 14 × 6 84. അത് റെഡിയാക്കി. ഇനി അടുത്തത് വേണ്ടത് 5a. 5a എന്ന് പറഞ്ഞാൽ ഇതാണ് a, ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1നെ 5 കൊണ്ട് ഗുണിച്ചാൽ 5, ഇവിടെ 5 5. ഇതുപോലെ ഇതിനെ 5 കൊണ്ട് ഗുണിച്ചു 5 10 -15. ഇതിനെ 5 കൊണ്ട് ഗുണിച്ചു 10 - 5 15. 5a എഴുതി. ദെൻ 11i. i എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മാട്രിക്സ്. അപ്പോൾ 11i എന്ന് പറയുമ്പോൾ 11 × 100 010 001 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി, 11i കിട്ടി. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി നമ്മൾ നേരെ ഈ ഇക്വേഷൻ എഴുതുന്നു, ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ a³ സ്ഥാനത്ത് a³ -6a² എഴുതി +5a എഴുതി +11i എഴുതി, എല്ലാം എടുത്തെഴുതി. ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ കൂടി ചെയ്ത് നോക്കുമ്പോൾ ആദ്യം വരിക 8 - 24 +5 +11. അപ്പോൾ 8 ന്ന് 24 കുറച്ചാൽ -16 എന്ന് കിട്ടും. +5 എന്ന് പറഞ്ഞാൽ -11 ആവും. +11 എന്ന് പറയുമ്പോൾ 0. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ എലമെൻറ്റ് 0 എന്ന് കിട്ടി. ഇനി ഇതുപോലെ 7 - 12 +5 +0. 7 - 12 എന്ന് പറഞ്ഞാൽ -5 +5 എന്ന് പറയുമ്പോൾ 0 +0 0 തന്നെ. ഇതുപോലെ തേർഡ് എലമെൻറ്റ്സ് 1 - 6. 1 - 6 പറഞ്ഞാൽ -5 ആയി, +5 0 ആയി, +0 0 തന്നെ. അപ്പോൾ ഫസ്റ്റ് റോ ഫുള്ള് 0 എന്ന് കിട്ടി. ഇതുപോലെ സെക്കൻഡ് റോ -23 -18 എന്ന് വെച്ച് കഴിഞ്ഞാൽ -23 + 18 -5 ആയി, +5 0 ആയി, ഇവിടെ +0. അപ്പോൾ അതിൻ്റെ 0. ഇവിടെ 27 - 48. 27 - 48 എന്ന് പറഞ്ഞാൽ -21 ആയി, +10 -11 ആയി, +11 -11 +11 എന്ന് പറയുമ്പോൾ 0. ഇതുപോലെ അടുത്ത എൻട്രിയും 0. ദേ -69 -84 എന്ന് പറഞ്ഞാൽ -69 +84 15 -15 0. അതുപോലെ തേർഡ് റോയിലും 32 - 42 -10 +10 എന്ന് പറയുമ്പോൾ 0. ഇനി -13 -18 എന്ന് പറഞ്ഞാൽ -13 +18 5 ആയി, -5 0. അതുപോലെ ഇവിടെ 52 - 84 -26 +15 എന്ന് പറയുമ്പോൾ -11 +11 0. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഒക്കെ കൂടി കൂട്ടുമ്പോൾ നമുക്ക് എല്ലാം 0 ആയി കിട്ടി.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീറോ മെട്രിക്സ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഓൾറെഡി ഈ ഇക്വേഷൻ അനുസരിക്കുന്നുണ്ടെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അത് ഉപയോഗിച്ച് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സ് ഈ ഇക്വേഷൻ അനുസരിക്കുന്നുണ്ടെന്ന് നമുക്ക് കിട്ടി. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു. അതായത് എ ക്യൂബിനെ എ ഇൻറ്റു എ ഇൻറ്റു എന്ന് എഴുതി, 6 അങ്ങനെ തന്നെ എഴുതി, എ സ്ക്വയറിനെ എ ഇൻറ്റു എന്ന് എഴുതി, പ്ലസ് 5 ഈ 11iനെ അപ്പുറത്തേക്ക് കൊടുത്തു, പ്ലസ് 11i റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 11i എന്നായി. ഇനി നമ്മൾ മുമ്പ് ചെയ്യാറുള്ള പോലെ എ ഇൻവേഴ്സ് കൊണ്ട് പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് പോസ്റ്റ് മൾട്ടിപ്ലൈ ബൈ എ ഇൻവേഴ്സ്. ഇതിനെ റൈറ്റ് സൈഡിൽ ഓരോ ടേമിനെയും റൈറ്റ് സൈഡിൽ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഓരോ ടേമിനെയും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തുണ്ടാവും നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരെ ഒരുമിച്ച് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഇതിനെയും ഒരു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇവരെ രണ്ടുപേരെയും നമ്മൾ ഒരുമിച്ച് എടുക്കുകയാണ്. ഈ ടേമിനെയും ഒരു എ ഇൻവേഴ്സ് കൊണ്ട് റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെയും ഇതിനെ ഒരുമിച്ചെടുത്തു. ഇവിടെയും ഒരു എ ഇൻവേഴ്സ് കൊണ്ട് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതിൽ എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ നമുക്ക് എ സ്ക്വയർ എന്ന് എഴുതാം. എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ മൈനസ് 6a അങ്ങനെ തന്നെ എഴുതി. ഇതിലെ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ആണ്, അത് ഐ എന്ന് എഴുതി. ഇവിടെ 5 അങ്ങനെ തന്നെ എഴുതി. എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ആണ്, ഐ എന്ന് തന്നെ എഴുതി. ഈക്വൽ ടു -11 ഐ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ്. ഇങ്ങനെ കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ ഈ ഇൻറ്റു -11നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ അത് 1/-11 എന്നായി. അതായത് ഈ -11 ഇൻറ്റു അപ്പുറത്തേക്ക് വരുമ്പോൾ റെസിപ്രോക്കലായി 1/-11 എന്നായി. ഇവിടെ എ സ്ക്വയർ ഐ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ തന്നെ, 6a ഐ എന്ന് പറഞ്ഞാൽ 6a പ്ലസ് 5i. ഇങ്ങനെ നമുക്ക് കിട്ടി. ഈക്വൽ ടു എ ഇൻവേഴ്സ്. അപ്പോൾ നമ്മുടെ എ ഇൻവേഴ്സ് ഈക്വൽ ടു നമുക്ക് ഈ രൂപത്തിലേക്ക് കിട്ടി. ഇനി നമ്മൾ പതുക്കെ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി എ സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓർത്തെടുക്കാം. എ സ്ക്വയർ ഈക്വൽ ടു നമ്മൾ എ ഇൻറ്റു എ എന്ന് പറഞ്ഞിട്ടാണ് എ സ്ക്വയർ കണ്ടുപിടിച്ചത്. 1 1 1 1 2 -3 2 -1 3. ഇതാണ് നമ്മുടെ എ. ഇതിനെ എ കൊണ്ട് തന്നെ ഗുണിച്ചാണ് നമ്മൾ എ സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ മെട്രിക്സ് അങ്ങനെ ചെയ്താലും മതി. ഇപ്പം ഞാൻ എന്തായാലും അതൊന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരണം. അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ ഗുണിച്ചു. അപ്പോൾ നമുക്ക് 1 + 1 + 2 4. അതുപോലെ സെക്കൻഡിനെ ഗുണിക്കുമ്പോൾ 1 × 2 2. ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ ഗുണിച്ചു. അപ്പോൾ 1 × 1 1 + 2 -1. അപ്പോൾ നമുക്കവിടെ 2 എന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഇതുകൊണ്ട് തേർഡ് കോളത്തിനെ ഗുണിക്കുമ്പോൾ 1 × 1 1 -3 + 3. അപ്പോൾ 1 എന്നാണ് കിട്ടിയത്. ഇതുപോലെ സെക്കൻഡ് റോ വെച്ച് ചെയ്യുമ്പോൾ 1 × 1 1 + 2 -6 എന്ന് വെച്ചാൽ 3 - 6 -3 എന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതുകൊണ്ട് സെക്കൻഡ് കോളത്തിനെ ചെയ്യുമ്പോൾ 1 × 1 1 + 4 + 3. അപ്പോൾ നമുക്ക് 8 എന്നാണ് കിട്ടുക. ഇതുപോലെ സെക്കൻഡ് റോ കൊണ്ട് തേർഡ് കോളം 1 × 1 1 -6 -9 എന്ന് വെച്ചാൽ -14 എന്ന് കിട്ടി. ഇനി ഇതുപോലെ തേർഡ് റോ വെച്ച് ചെയ്യുമ്പോൾ 2 -1 + 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 എന്നാണ് കിട്ടുക. ഇതുപോലെ സെക്കൻഡ് കോളത്തിന് ചെയ്യുമ്പോൾ 2 -2 -3. അപ്പോൾ -3 എന്നാണ് കിട്ടുക. ഇതുപോലെ 2 + 3 + 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 14 എന്നാണ് കിട്ടുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എ സ്ക്വയർ റെഡിയാണ്. ഇതുപോലെ നമ്മൾ അടുത്തത് 6a ജസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് തന്ന എ എന്ന് പറയുന്ന മെട്രിക്സിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാണ് എ. ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് റോനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 6 6. സെക്കൻഡ് റോ ആകുമ്പോൾ 6 12 -18. തേർഡ് റോ ആകുമ്പോൾ 12 -6
18. ഇങ്ങനെ നമ്മുടെ 6a കിട്ടി. ദെൻ അടുത്തത് നമുക്ക് 5i ആണ് വേണ്ടത്. 5i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഐനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 500 050 005 ഇങ്ങനെ നമുക്ക് 5i കിട്ടി. അപ്പോൾ എല്ലാ ആൾക്കാരും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് A ഇൻവേഴ്സ് ഈക്വൽ ടു നേരെ നമ്മുടെ A ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ A ഇൻവേഴ്സ് ഈക്വൽ ടു 1/-11 ഇൻറ്റു A സ്ക്വയർ ആദ്യം എഴുതി. അപ്പോൾ A സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 2 1 -3 8 -14 7 -3 14 ഇതെഴുതി. -6a. അപ്പോൾ -6a എന്ന് പറയുമ്പോൾ 6 6 6 6 12 -18 12 -6 18 അങ്ങനെ 6a എഴുതി. പ്ലസ് 5i. 5i എന്ന് പറയുമ്പോൾ 500 050 005 അതും എഴുതി. ഇപ്പോൾ നമുക്ക് എല്ലാ ആൾക്കാരെയും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ 1/-11 കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ഒരു ബ്രാക്കറ്റിൽ ഇട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് അടുത്ത സ്റ്റെപ്പിൽ A ഇൻവേഴ്സ് ഈക്വൽ ടു 1/-11 ഇൻറ്റു ഓരോന്നായിട്ട് ജസ്റ്റ് ചെയ്തു നോക്കി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ വരിക എന്ന് നോക്കാം. ഇവിടെ 4 - 6 + 5. അപ്പോൾ അതുപോലെ ഓരോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും തമ്മിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. നമുക്ക് A ഇൻവേഴ്സ് ഈക്വൽ ടു 1/-11 അങ്ങനെ തന്നെ എഴുതി. ദെൻ ഫസ്റ്റ് 4 - 6 + 5. 4 - 6 എന്ന് പറഞ്ഞാൽ -2i -2 + 5 3i. ഇതുപോലെ ഇവിടെ 2 - 6 + 0. 2 - 6 എന്ന് പറഞ്ഞാൽ -4 + 0 -4 തന്നെ. 1 - 6 + 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ -5 എന്ന് കിട്ടി. ഇവിടെ -3 - 6 -3 - 6 -9 + 0 എന്ന് പറഞ്ഞാൽ -9 തന്നെ. അതുപോലെ ഇവിടെ 8 - 12 -4i + 5 എന്ന് പറയുമ്പോൾ 1. ദെൻ -14 - -18 എന്ന് വെച്ചാൽ -14 + 18 വെറും 4 എന്ന് കിട്ടി + 0. അപ്പോൾ ഇവിടെ 4. അതുപോലെ 7 - 12 -5 + 0 എന്ന് പറഞ്ഞാൽ -5 തന്നെ. -3 - -6 എന്ന് വെച്ചാൽ -3 + 6 വെറും 3 എന്ന് കിട്ടി. അതുപോലെ 14 - 18 -4i + 5 1 എന്ന് കിട്ടി. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ A ഇൻവേഴ്സ്. ഇങ്ങനെയാണ് നമ്മുടെ A ഇൻവേഴ്സ് വരിക. അപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആദ്യം നമ്മൾ A എന്ന് പറയുന്ന മെട്രിക്സ് തന്നത് ഉപയോഗിച്ച് ഈ സാധനം അനുസരിക്കുന്നുണ്ടെന്ന് വെരിഫൈ ചെയ്തു. അതുപയോഗിച്ച് A ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു വലിയ ചോദ്യം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ക്യാപിറ്റൽ A be a നോൺ സിംഗുലാർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3/3. ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻ്റ് A ഇസ് ഈക്വൽ ടു 4 ഓപ്ഷൻസ് തന്നേക്കണം. ഡിറ്റർമിനൻ്റ് A സ്ക്വയർ, ഡിറ്റർമിനൻ്റ് A ക്യൂബ്, 3 × ഡിറ്റർമിനൻ്റ് A. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. A എന്ന് പറയുന്ന ഒരു നോൺ സിംഗുലാർ ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സ്. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സ്. അതിൻ്റെ ഓർഡർ 3/3 ആണ്. എങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് A എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ പറഞ്ഞപ്പോൾ ഒരു റിമാർക്കായിട്ട് ഒരു ചെറിയൊരു ഇക്വേഷൻ പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് ആണെന്ന് വെക്കുക. ഇഫ് A ഈസ് ആൻ n/n മെട്രിക്സ്. നമ്മൾ പഠിച്ച റിമാർക്ക് ഇങ്ങനെയാണ്. A എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ്
അഡ്ജോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് എ ഓൾ റേസ് ടു n-1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളൊരു റിമാർക്കായിട്ട് മുമ്പ് കണ്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ ഉപയോഗിക്കുക. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് ആണെന്ന് തന്നേക്കണം. അതായത് ഇവിടെ n/n, അതായത് എന്നിൻ്റെ സ്ഥാനത്ത് 3 എന്നാണ് തന്നേക്കുന്നത്. ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 3/3 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ n എന്ന് പറയുന്നത് 3 ആണെന്നാണ് തന്നേക്കുന്നത്. സോ ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു നമുക്ക് പറയാം ഡിറ്റർമിനൻ്റ് എ ഓൾ റേസ് ടു 3-1, അതായത് ഡിറ്റർമിനൻ്റ് എ ഓൾ സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് നോക്കുക. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതുപോലെ തന്നെ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാപിറ്റൽ എ ഈസ് ആൻ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ഓഫ് ഓർഡർ 2. എ എന്ന് പറയുന്നത് 2 ഓർഡറുള്ള, അതായത് ഒരു 2/2 ആയിട്ടുള്ള ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ്. എങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ എ ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് ചോദിച്ചേക്കണം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്കതിൽ ഏതാ വരിക എന്ന് നോക്കാം. അപ്പോൾ എ ഇൻവേർട്ടിബിൾ ആണ്. ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു ഐ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എ ഇൻവേർട്ടിബിൾ ആണെന്ന് പറഞ്ഞാൽ എക്ക് ഒരു ഇൻവേഴ്സ് ഉണ്ടെന്ന് അർത്ഥം. ഞാൻ ഇതാണ് എയുടെ ഇൻവേഴ്സ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ 2 സൈഡിലും ഡിറ്റർമിനൻ്റ് കൊടുക്കുക. ഇവിടെയും ഡിറ്റർമിനൻ്റ്, റൈറ്റ് സൈഡിലും ഡിറ്റർമിനൻ്റ് കൊടുക്കുക. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഇതുപോലെ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആരാന്ന് ചോദിച്ചാൽ 1 ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 1 ആണ്. സോ ഡിറ്റർമിനൻ്റ് എ ഇൻവേഴ്സ് ഈക്വൽ ടു, എ ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഇൻറ്റു ഡിറ്റർമിനൻ്റ് എനെ അപ്പുറത്തേക്ക് കൊടുക്കുക. ദാറ്റ് ഈസ് 1 ഡിറ്റർമിനൻ്റ് എ. ഇൻറ്റു അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ ആവും. അപ്പോൾ നമുക്ക് ദെയർഫോർ നമ്മുടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ. ഇങ്ങനെ നമുക്ക് എഴുതാം. അതായത് നമ്മുടെ ഓപ്ഷൻസിലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എ ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 1 ഡിറ്റർമിനൻ്റ് എ ആണ്.